സോ ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പാലക്കാടൻ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ നോക്കുക. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. സോ നമ്മളിത് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം കുക്കറിൽ കുറച്ച് ഗീ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്തായാലും ഇട്ട് കൊടുക്കുക. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു പച്ചമുളക്, 1.5 സവാള, പിന്നെ തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ പച്ചമുളകിനെയും പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക എരിവിനനുസരിച്ച്. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചെറിയുള്ളിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനാദ്യം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളകും പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ബിരിയാണി മസാലപ്പൊടി അല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടി ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ കുരുമുളക് ആവശ്യത്തിന് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലോട്ട് പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കണം. പിന്നെ അടുത്ത് പൊടിയില്ലാത്തതുകൊണ്ട് ഞാൻ പെരിഞ്ജീരകമാണ് ചേർക്കുന്നത്. സോ നിങ്ങൾ പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കൈ വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ അളവനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ് നിങ്ങൾ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കണം കേട്ടോ. ചിക്കൻ ചേർത്ത് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുന്ന വരെ ഇളക്കിയതിന് ശേഷം പുളിക്ക് വേണ്ടി തൈരോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ നാരങ്ങ നീരാണ് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഇതിലിട്ടിട്ടാണ് അരി കുക്ക് ചെയ്യുന്നത്. സോ അപ്പോൾ അതിലേക്കുള്ള മെഷർമെൻറ്റ് അനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. സോ അതിന് 3 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇട്ടൊക്കെ കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് അടച്ച് വെച്ച് ഈ വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ നേരം കൊണ്ട് അരിയൊക്കെ ഒന്ന് കഴുകിയിട്ടെടുക്കുക. പിന്നെ വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് നമ്മൾ കഴുകിയ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് മൂടി വെക്കുക. സോ അത് കഴിഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, ദമ്മിൽ കിടന്നിട്ട് റെഡി ആവാൻ. അങ്ങനെ ഫൈനലി നമ്മുടെ പാലക്കാടൻ ബിരിയാണി അവിടെ റെഡി ആയിട്ടുണ്ട്. സോ ട്രൈ ചെയ്യാത്തവരെ എന്തായാലും പോയി ട്രൈ ചെയ്തോ. ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനും കാര്യങ്ങളൊക്കെയാണ്. സോ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം.